രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഇമ്പാക്റ്റ് ഉച്ചകൂടി ഇന്ന് സമാപിക്കുകയാണ്. വൻ ജനപങ്കാളിത്തം കണക്കിലെടുത്ത് എക്സ്പോ ഇന്നത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. 58.2 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഉച്ചകോടിയിലൂടെ ഭാരതം പ്രതീക്ഷിക്കുന്നത്. റിലയൻസ്, ഗൂഗിൾ, അദാനി, ആമസോൺ കമ്പനികൾ വൻ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റമാണ് വലിയൊരു അവസരം. കാരണം ഇതിൽ പങ്കെടുത്ത എല്ലാ മേധാവിമാരും ഈ ടെക് ഭീമന്മാരും പറഞ്ഞിരിക്കുന്നത് ഇനിയുള്ള സാധ്യതകളുടെ ഒരു രംഗം അത് നിയന്ത്രിക്കുന്നത് ഭാരതം തന്നെയാണ് എന്നാണ്. അതായത് എല്ലാ മേഖലയിലും ഭാരതം കുതിച്ചുചാട്ടം നടത്തുന്നു. അത് വ്യാവസായിക രംഗത്തായി കഴിഞ്ഞാലും, സാമ്പത്തിക രംഗത്തായി കഴിഞ്ഞാലും, വിദ്യാഭ്യാസ രംഗത്തായി കഴിഞ്ഞാലും, പ്രതിരോധ സൈനിക ശക്തിയിലായി കഴിഞ്ഞാലും, അവിടെ സാങ്കേതിക വിദ്യയിലും ഒരു അനിഷേധ്യ സാന്നിധ്യമായി, ഒരു കൃത്യമായ മേധാവിത്വമുള്ള രാജ്യമായി ഭാരതം മാറുകയാണ് അല്ലേ? ജിഷ്ണു, കേൾക്കാമെങ്കിൽ. കെ പി രാഗി, നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും AI സബ്മിറ്റ് ഭാരതത്തിൻ്റെ അഭിമാനമായി തന്നെ മാറുകയാണ്. ലോക ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഒപ്പം ഭാരതത്തിനകത്ത് പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വൻ നിക്ഷേപവും തൊഴിലവസരവും എല്ലാ മേഖലയിലും നിർമ്മിത ബുദ്ധി എങ്ങനെ സാധ്യമാക്കാം എന്ന് സംബന്ധിച്ച വലിയ രീതിയിലുള്ള പ്രദർശനങ്ങളും സെമിനാറുകളും ചർച്ചകളും പുതിയ സംരംഭകരുടെ ഉൽപ്പാദനങ്ങളുടെ പരിചയപ്പെടുത്തലും എല്ലാം തന്നെയാണ് AI ഉച്ചകോടിയിൽ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്നത്. ഇന്ന് അവസാനിക്കാനിരുന്ന ഭാരത് മണ്ഡപത്തിലെ പ്രദർശനം വൻ ജനപങ്കാളിത്തം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ അവസാനിക്കാനിരുന്ന ഉച്ചകോടിയിലെ പ്രദർശനമാണ് വൻ ജനപങ്കാളിത്തം കണക്കിലെടുത്തുകൊണ്ട് ഇന്നത്തേക്ക് കൂടി നീട്ടിയിട്ടുള്ളത്. അത്രയധികം ജനങ്ങളാണ് ഭാരത് മണ്ഡപത്തിലേക്ക് ഈ AI ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകത്തെ പരിചയപ്പെടുന്നതിനുമെല്ലാമായി എത്തിയിട്ടുള്ളത്. ഈ ഉച്ചകോടിയുടെ ഒരു ചുരുക്കം ഇന്നലെ കേന്ദ്ര IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ഏത് മേഖല പരിശോധിക്കുകയാണെങ്കിലും AI ഉച്ചകോടി വൻ വിജയമാണ് എന്നുള്ളതാണ് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വലിയ സംരംഭകരുടെ പങ്കാളിത്തം ഉച്ചകോടിയിലുണ്ടായി. കൂടാതെ 20-ലധികം രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഈ ഭരണത്തലവന്മാരും കഴിഞ്ഞ ദിവസം AI ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. അവരെല്ലാം തന്നെ സംസാരിച്ചത് ലോകം ഒരുമിച്ച് നിന്നുകൊണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും അതിൽ സഹകരണം ഉറപ്പാക്കുന്നതിനുമെല്ലാം തന്നെയാണ്. അതിൽ ഭാരതത്തിൻ്റെ മാനവ ദർശനം AI ഉച്ചകോടിയിൽ, ഈ AI ഉച്ചകോടി നേരത്തെ ഫ്രാൻസിലും ആഫ്രിക്കയിലുമെല്ലാം നടന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഭാരതത്തിലും നടക്കുന്നത്. ആ ഉച്ചകോടിയിൽ ഭാരതത്തിൻ്റെ മാനവ ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപോട്ട് വെച്ചിരുന്നു. കൂടാതെ AI ഉച്ചകോടിയിലൂടെ ഭാരതത്തിനകത്ത് വൻ നിക്ഷേപവും തൊഴിലവസരങ്ങളും പുതിയ അവസരങ്ങളുമാണ് മുൻപോട്ട് വരാൻ പോകുന്നത്. ഇതിനോടകം തന്നെ വമ്പൻ കമ്പനികൾ, ലോകോത്തര കമ്പനികൾ ഭാരതത്തിനകത്ത് പുതിയ നിക്ഷേപങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കൂടിയാലോചനകളെല്ലാം തന്നെ ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അത്തരത്തിൽ ലോക ശ്രദ്ധയാകർഷിക്കുന്ന, ഭാരതത്തിന് മുഴുവൻ അഭിമാനമായിക്കൊണ്ടാണ് ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന AI ഉച്ചകോടി ഇന്ന് അവസാനിക്കുന്നത്. KP, എന്തായാലും ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇന്ന് AI ആഗോള ഉച്ചകോടി സമാപിക്കുന്ന ദിവസമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അനന്തമായ അവിടെയാണ് ഈ സമാപിക്കേണ്ടത് ഇന്നലെ ആയിരുന്നു. പക്ഷേ ആ ഒരു പങ്കാളിത്തവും ലോക ശ്രദ്ധയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു ദിവസം കൂടി അവസരം കിട്ടിയില്ല നമുക്ക്. അതെ അതെ. എന്തായാലും വളരെ നല്ലൊരു, അതും വളരെ പോസിറ്റീവായിട്ടൊരു വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് ഈ ഒരു വാർത്താ സംബന്ധിയായി പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ്.